ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡായി മാറിയ ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചട്ടിച്ചോറിൽ കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചട്ടിച്ചോറിലേക്കുള്ള ചോറ് ആദ്യം വെക്കാം. അപ്പോൾ നമ്മൾ ഏത് കലത്തിലാണോ ചോറ് വെക്കുന്നത് അതിലേക്ക് തന്നെ അരിയിട്ടിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. അപ്പോൾ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇത് വേവിക്കാനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഞാൻ ഈസി കുക്കിലാണ് റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഈ അരിയും വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് മീനിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പം ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ സാധാരണ ചോറ് വെക്കാറുള്ളത്. ഇത് ബട്ടർഫ്ലൈയുടെ റൈസ് കുക്കറാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 3-4 വർഷമായി. അപ്പം നമ്മളിതിൽ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന അതേപോലെയാണ്, പശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റൈസ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ജയാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, മീഡിയം വേവുള്ള ജയാരി. അപ്പോൾ നമുക്ക് ഇനി മീനൊന്ന് നന്നാക്കി എടുക്കണം. അപ്പം ഞാൻ മുളകിടാൻ 1 കിലോ മത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ മാന്തളാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതും 500 ഗ്രാമാണ്. അപ്പോൾ പുറത്ത് പോയിട്ടാണ് മീൻ ക്ലീൻ ചെയ്യുന്നത്. അകത്ത് വെച്ച് ക്ലീൻ ചെയ്താൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം മീനെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിട്ടും കൂടി ഒന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ എടുക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഏത് മീനാണോ ഇഷ്ടം ആ മീൻ എടുക്കാം. ഞാനിപ്പോൾ മത്തി എടുത്തുന്നുള്ളൂ. മത്തി മുളകിട്ടത് കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അപ്പം മീനിന്റെ തലയെല്ലാം കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ വരയൊന്നും വരച്ചിട്ടില്ല കേട്ടോ. മീൻ അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മത്തി ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് മുളകിടാൻ വേണ്ടിയിട്ട് വാളംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോക്കാൻ വേണ്ടി കൈകൊണ്ടൊന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. അപ്പൊ അധികം ടൈമൊന്നും വേണ്ടിയല്ല, പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. ഇനിയിപ്പോ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇനി പൊരിക്കാനുള്ള മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൽ നിന്നും അതിന്റെ നീര് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പൊ നമുക്കിതിന്റെ ചാറ് മാത്രം കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങനീര് ചേർത്താലും മതി. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് മീനൊന്ന് മുളകിടണം. അപ്പൊ അതിന് വേണ്ടി മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് പൊട്ടി വരണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് തക്കാളിയും പച്ചമുളകാണ്. അപ്പൊ ഞാൻ 2 പച്ചമുളക് നെടുക കീറിയതും 2 തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളമൊക്കെ ചേർക്കുമ്പോൾ അരിച്ചിട്ട് വേണം ചേർക്കാൻ, തരികളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ, നല്ല കുറുന്നനെയുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാൻ. അപ്പൊ ഇത്രയും ഗ്രേവി മതി. അപ്പൊ മീനിട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ മീൻ ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുത്താലും മതി. മീൻ ഉടയാതെ വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ. ഇനി ഇതൊന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ എല്ലായിടത്തും മസാല എത്തിക്കോളും. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി.
മോരുകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം പച്ചപ്പപ്പായ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വെളുത്തുള്ളി 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കറി വെന്തത് ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റിയാണ്. കറിയൊക്കെ മൺകലത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർക്കാം. അപ്പൊ ഇനി കറി ഒന്ന് തിളച്ച് വരണം. കറി ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് കടുകൊന്ന് താളിച്ചിട്ട് ചേർക്കണം. അപ്പൊ നമുക്കിനി ഇത് വാങ്ങി വെക്കാം. അപ്പൊ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമുക്കിത് കറിയിലോട്ട് ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചോറിലേക്കുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പളങ്ങ മോരുകറിക്ക് പകരം പപ്പായ മോരുകറി. അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെക്കാം. മോരുകറി റെഡി ആയ സമയം തന്നെ നമ്മുടെ മുളക് ഇട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ മോരുകറി മീൻ മുളകിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോരനോ മേക്ക് പുരട്ടിയൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഞാൻ ചേന കൊണ്ടുള്ള ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. മേക്ക് പുരട്ടി എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പൊ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ചേനയാണ്. ഇനിയിപ്പോ അതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി. നല്ല പൊടിയുള്ള ചേനയാണ് കേട്ടോ അത്. ചേന വേവുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം. ഇനിയിപ്പോ ഇതേ എണ്ണ തന്നെ നമുക്ക് ഒരു പരന്ന പാനിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള മാന്തള് ഈ പാനിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ മസാലയൊക്കെ മീനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിരുന്നു. അത് നമ്മൾ മീൻ പൊരിക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും ചേർക്കാം. പക്ഷെ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനും ഫ്ലേവർ കിട്ടുന്നതിനും വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മുടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ആവി എല്ലാം പോയിട്ടുണ്ട് കുക്കറിലെ. ഇനിയിപ്പോ ഇതൊന്ന് തൂമിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയുള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് 2 പീസായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേന അതിലെ വെള്ളത്തോട് കൂടി ചേർക്കണം കേട്ടോ. അപ്പൊ മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. ചട്ടിച്ചോറിലെ മെയിൻ ആയിട്ടാണ് ചമ്മന്തി. അപ്പൊ അതിന് വേണ്ടിയ പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളകാണ്. അപ്പൊ ഞാൻ 10 വറ്റൽമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം വറ്റൽമുളക് വറുത്തതിന് ശേഷം വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പിൻ്റെ കൂടി റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പുളിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇനി ഇതെല്ലാം തണുത്തതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ബാച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തേങ്ങാപ്പൊട്ടും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കൂടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിക്ക്. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ. അപ്പോൾ ആദ്യം തേങ്ങ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് വഴറ്റിയ എണ്ണയോട് കൂടി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഈ പാനിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രൈനറിലേക്ക് മാറ്റാട്ടോ. എന്നാൽ ബാക്കി എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വാർന്ന് പോയിക്കോളും. ഇനിയിപ്പോ ചോറൊന്ന് ഊറ്റിയെടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്.
ഞാനിതിപ്പോൾ അത് ഊറ്റിയെടുക്കുമ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും കൊഴുപ്പില്ലാതെയാണ് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ ഇരിക്കുക. പിന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലും തീരെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേണം ഊറ്റിയെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റൈസ് കുക്കറിൽ നിന്ന് ഈ കലം ഒന്ന് എടുക്കാം. ഇനി ചോറ് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം പോവാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോറ് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ചെമ്പട്ടിയിലേക്ക് ചോറ് മാറ്റുകയാണ്. എന്നാൽ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ രാത്രി 11 മണി 12 മണി വരെ ചോറ് കഴിക്കുകയാണെങ്കിൽ നല്ല ചൂടോട് കൂടി ഇരിക്കും. അപ്പോൾ ചോറൊക്കെ ഊറ്റിയൊരു ചെമ്പട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയമാണ് നമ്മൾ ചോറ് കഴിക്കാൻ ലേറ്റ് ആയാലും ചോറ് നല്ല ചൂടോട് കൂടി ഇരിക്കും. അപ്പോൾ നമ്മുടെ ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിച്ചോറ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലോട്ട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയ ചട്ടിയിലോട്ട് ചോറിട്ട് പെരട്ടി എടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ മോരുകറി ചേർത്തിട്ടുണ്ട്, മീൻ മുളകിട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചേനക്കൂട്ടാനും വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന്റെ മുകളിലേക്ക്. പിന്നെ ചമ്മന്തി, പിന്നെ പൊരിച്ച മാന്തള്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എത്രയാണോ ചോറും കറികളും കഴിക്കുന്നത് അതിനനുസരിച്ച് വേണം ചട്ടിച്ചോറ് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ പപ്പടവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ചോറ് എന്നും ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കി ഈ രണ്ടാളും തിന്നോ. അപ്പൊ ചട്ടിച്ചോറ് ട്ടാ. അപ്പൊ നാട്ടിലെ ട്രെൻഡായി മാറിയ ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കിയത്. അപ്പൊ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്